പ്രിയമുള്ളവരെ, അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഊഞ്ഞാലിന്റെ ഉദ്ഘാടനം നടക്കുന്നതായിരിക്കും. ആ ഊഞ്ഞാലിന്റെ പിള്ളേരൊന്നും മാറിയുന്നേ. ഒപ്പം ഒരു അറിയിപ്പുണ്ട്. ഈ വർഷത്തെ ഓണാഘോഷം അങ്ങോട്ട് റേഷൻ കട പോയിട്ട് വാടാ. എടാ കട അടയ്ക്കൂടാ. എടാ ഇന്നും കൂടി ഒന്ന് പോയിട്ട് വേടാ. ആ ക്ലബിന്റെ അവിടെ നിന്ന് വായി നോക്കി നിക്കല്ലേ, ഇനി വേഗം വരണേ. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ക്ലബിന്റെ രക്ഷാധികാരി ശ്രീ സോമൻ സോമാലയത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എരുമക്കുഴി പഞ്ചായത്തിന്റെ കലാ സാംസ്കാരിക മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകിയ യുവ പ്രതിഭകളെ സമ്മാനിച്ച പ്രക്ഷുബ്ധ യുവത്വം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാമത് ഓണാഘോഷ വാർഷികം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഊഞ്ഞാലിട്ടോണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നമ്മളെ ഒഴിവാക്കി ഒരുത്തനെ ഇവിടെ ഒരു പരിപാടി നടത്തണ്ട. അതിന് നമ്മൾ സമ്മതിക്കത്തില്ല. നിന്റെയൊക്കെ കഴിവേടാന്ന് ഞാൻ പറയത്തുള്ളൂ. നിന്റെ ഒന്നും വായി നാക്കില്ലായിരുന്നു. സമ്മതിക്കരുതായിരുന്നു. സമ്മതിക്കാനേ ആരോട് ചോദിക്കുന്നവന്മാര്? അമ്മാരെല്ലാം സ്വന്തമായിട്ട് ചെയ്യൂല്ലയോ? എന്തുവാണ് സൗണ്ട് കേൾക്കുന്നത്? പ്രക്ഷുബ്ധ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഞാനാണ് ആ പേരിട്ട്. ആ ക്ലബിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ട എന്റെ കയ്യിലെ പൈസ മുടങ്ങിയ ക്ലബ് ഞാൻ ഇത്രയാക്കിയ അറിയാവോ? അഴിമതി, കോടികളുടെ അഴിമതി. അഴിമതി കോടികളുടെ. എടാ എന്നോടെ അലുമ്പ് പണി കാണിക്കരുതാ. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോ നിനക്കുള്ള ഒരു സോക്കടാ ഇത്. എടാ അടുത്ത തവണ ഇവന്റെ പാട്ടമയ്ക്ക് വിളിക്കരുതടാ. ഇത്രയും അത്യാധുനിക സംവിധാനങ്ങൾ വേറെ എരുമക്കുഴി പഞ്ചായത്തിലുണ്ടോ? എടാ എന്നോട് നിന്നോട് ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തുവാടാ എന്നോടങ്ങ് ദേഷ്യപ്പെടുന്നത്? അഴിമതി, കോടികളുടെ അഴിമതി നടത്തി ക്ലബിനെ തകർക്കാൻ ശ്രമിച്ച ഗൂഢശക്തികളെ ഒഴിവാക്കി ഓജസ്സും തേജസ്സുമുള്ള ഒരു കൂട്ടം യുവ പ്രതിഭകളാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എവിടെയാണ് പഴയ കമ്മിറ്റി? ഒളിവിലാണ്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, എത്ര നാൾ ഒളിച്ചോടും? നീ ഒളിച്ചോടി പോകുന്ന പറഞ്ഞ സത്യമാണോടി? ഉള്ളതാ. അച്ഛനും അമ്മയൊക്കെ അറിയാതെ ഒളിച്ചോടി പോകുന്നത് മോശമല്ലേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഒളിച്ചോടാം. ഒന്ന് പൊടിയാടുന്നു. ഇപ്പോഴെങ്ങനെ വരൂ? നിനക്ക് നിൽക്കാൻ വൈകി നീ പൊക്കോ. പോണോ പോണം. നമ്മൾ ഒരു ഉണ്ണാക്കന്മാരല്ലെന്നേ, അമ്മമാരൊന്ന് മനസ്സിലാക്കട്ടെ. അവന്മാരിട്ടേക്കുന്ന ഊഞ്ഞാല് പണ്ട് എന്റെ പൈസ കൊണ്ട് മേടിച്ചാ, നിനക്കറിയാമല്ലോ അത്. എന്നിട്ട് അവന്മാർ നാണമില്ല കിടന്ന് ആടുന്നിപ്പം. ഒരെണ്ണം ഒഴിക്കടാ. ജവാൻ ഇങ്ങ എന്തുകൊണ്ട് ഇത് ജവാനോ? അണ്ണാ, അണ്ണൻ കരയരുത്. അവന്മാർക്ക് പണി കൊടുക്കാൻ ഞാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇലുമിനാറ്റി ഷാജി. ഷാജി, ഇലുമിനാറ്റി ഷാജി. എത്ര പേരെ കൊല്ലണ്ടേ? കൊല്ലൊന്നും വേണ്ട. അവന്മാർ അലമുണ്ടാക്കാൻ വരുന്ന കൈയും കാലം തല്ലി പിടിച്ചാൽ വിട്ടേക്ക്. കൊല്ലണ്ടേ? സംസാരിച്ചിരിക്കാൻ സമയമില്ല. വാ.
നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫോണിൽ കിടന്ന് വിളിക്കരുതെന്ന്. ഫോൺ അമ്മയുടെ കയ്യിലാ. അല്ല നമ്മുടെ പ്ലാനിങ്ങിന്റെ കാര്യം പറയാനാ. ഇനി കൂടുതൽ പ്ലാനിങ് ഒന്നുമില്ല. തിരുവോണത്തിന് ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ അമ്പലത്തിന്റെ അടുത്ത് കാണും. നീ വരണം. വരുത്തില്ലയോ? അല്ല, എന്താ നിന്റെ പ്ലാൻ? രാവിലെ 7 മണിക്ക് നൂറിനാട്ടുന്നൊരു കായംകുളം ബസ് ഉണ്ട്. നമ്മൾ അതിൽ കയറുന്നു, കായംകുളത്ത് ഇറങ്ങുന്നു, അവിടുന്ന് എറണാകുളം, അവിടുന്ന് പിന്നെ വണ്ടർല. അടിച്ച് പൊളിക്കുന്നു. ഇപ്പാണ് ഓൺ ഓഫർ ഉണ്ട്. വണ്ടർലയോ? ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഡ്രീം വേൾഡ്. പക്ഷെ അവിടെ ഭയങ്കര വെള്ളമാ, നിനക്ക് പനി പിടിക്കും. എന്നാ ഒരു കാര്യം ചെയ്യ്, രണ്ടെണ്ണം കൂടെ ലുലുമാളോട് വെക്കൂ. അതാകുമ്പോ ആരും കാണത്തില്ല. എടാ കോപ്പി നമ്മൾ ഒളിച്ചു വിടുക, അല്ലെ വൺ ഡേ ടൂർ പോവല്ല. എടി അത് പിന്നെ നിന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി നിന്നെ ഒന്ന് ചില്ലാക്കാൻ പറഞ്ഞതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കാണാതിരുന്ന എൻ്റെ വീട്ടുകാർ ആദ്യം വരുന്ന നിന്റെ വീട്ടിലേക്കാ. പിന്നെ എൻ്റെ ആങ്ങളയുടെ കാര്യം അറിയാലോ. നിന്നെ തല്ലാനുള്ള കാരണം നോക്കി നടക്കുക. പിള്ളേരെ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ പറ്റി പറഞ്ഞു കയറുന്നതേ ഉള്ളല്ലോ. അത് ഞങ്ങള് എനിക്ക് കൂടെ കേട്ടായിരുന്നു. തനിക്കുള്ള പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അമ്മരടമ്പുണ്ടാക്കാൻ വന്നേക്കോ, നൈസായിട്ട് വിട്ടോ. ചേട്ടൻ വിട്ടോ, ഇത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അതെ, എനിക്കാരും പേടിയൊന്നുമില്ല. അങ്ങ് തെങ്കാശിയിലേ എൻ്റെ ഒരു കൂട്ടാനുണ്ട് അളകർ. അവിടെ അങ്ങ് വന്ന് ഒരുത്തനും ഒന്നും ചെയ്യത്തില്ല. അവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ട്. എന്നെ അപ്പടിയെ തൂക്കിക്കിട്ട് പോയി ഓൻ കരുത്തിലെ മഞ്ചത്താലിയെ കെട്ടി ഈ പൊണ്ടാട്ടിയാക്കപ്പോ എന്നാ റാസാത്തി ഹാപ്പിയാ? ഞങ്ങൾക്ക് പിരിവുണ്ട്, അല്ല കാണിച്ചു തരായിരുന്നു. പൊക്കോ. വിട്ടോ. അപ്പൊ അടിക്കണ്ടായിരുന്നു. ഇക്കള സമയമായിട്ടില്ല. അമ്മാര് പോയി, നമുക്ക് ഊഞ്ഞാൽ അയച്ചാലോ? ഇല്ല, പുരിപ്പിനെ നോടിച്ചാലോ? ഓർട്ടെ കറകടി ഊഞ്ഞാലിന്ന് പിന്നെ ഓടേർക്കാണോ? നീ കുരിപ്പ നിന്നെ പിടിച്ച കുളത്തിലേറി ഇറങ്ങി ഇവിടുന്ന്. നീ കളിയാക്കോ? നീ കളിയാക്കോ? നിന്നെ പിച്ചും പോടി പോടി. അമ്മ സ്റ്റേജിൽ കയറുന്ന അഡ്വാൻസ് കൊടുക്കണം, ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഈ സമയമില്ലാത്ത സമയത്ത് എവിടെ നിന്ന് ഉണ്ടാക്കാനോ? ആരാ മോളെ? ആരാണോ ഞങ്ങളുടെ കൊച്ചിനെ ഊഞ്ഞാലിന്ന് ഇറക്കി വിട്ടത്? എന്താടാ ഇത്? ഞങ്ങളുടെ ഊഞ്ഞാലാ, ഒരുത്തനെ അടിക്കത്തില്ല. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ ഞങ്ങളാ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എടാ ധൈര്യമുള്ളവന്മാർ വന്ന് അടി നോക്കടാ, അപ്പൊ അറിയാം ഞങ്ങളുടെ സുനിയാന്റെ പവർ. മോളെ നീ പോയി ഓർഡർ ചെയ്യ്, ബാക്കി ചേട്ടന്മാര് നോക്കാം. മനുവേ, ഞാനോ? എനിക്കൊന്നും വയ്യ. ഞാൻ പോവാം.
അവതാരപ്പുറവിയുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പം പേര് ഇലുമിനാറ്റി ഷാജി. നോക്ക്. ഈ കഞ്ചാവിനൊക്കെ അടിക്കാൻ വരുന്നത്. കഞ്ചാവോ? നീ വന്നോ? നിങ്ങൾ നോക്കി നിന്നോ? എടാ, രാവിലെ നിന്നെ ഞാനേ റേഷൻ കടയിൽ പറഞ്ഞു വിട്ടയാണോടാ? പോടാ, എന്നിട്ട് പോടാ. അയ്യേ എന്നെ എടോ, തനിക്ക് നാണോ ഇല്ലയോ പിള്ളേരോടെ കിടന്ന് കുത്തി മറിയേ? പ്രായമൊക്കെ ഇത്രയായില്ലയോ? എഴുന്നേറ്റ് പോടാ. കുട്ടപ്പന് നാണമില്ല, കുട്ടപ്പന് അടി മേടിച്ച. മുറിക്കണം, ഊഞ്ഞാലും മുറിക്കണം. എടാ, എന്തൊരു നാണക്കേടാ. നാട്ടുകാർ മുഴുവൻ പറയുന്നത് നീയൊക്കെ കിടന്ന് അലമ്പുണ്ടാക്കിയെന്ന്. എന്തുവാടാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? എനിക്കൊരു പ്രശ്നമില്ല. നിനക്ക് എന്തുവാടാ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമൊന്നും. എന്നാ കൊടുക്കടാ, കൈ കൊടുക്കടാ, രണ്ടെണ്ണം കൂടെ. ചുമ്മാ മനുഷ്യനെ പറയിപ്പിക്കാൻ കുറെ എണ്ണം. എടാ, ഇവനെ ഇന്നലെ ഇവന്റെ അമ്മ മടല് വെട്ടിയല്ലോ അടിച്ചത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവനെ വിളിച്ച് ഊഞ്ഞാലടിച്ച് ഈ വിഷയം അങ്ങ് തീർക്ക്. അവന് സന്തോഷമാകട്ടെ. എടാ, ചില്ലാട്ടം എന്തുവാന്നറിയാവോ? ഞാൻ ഇവനെയും കൊണ്ട് പോയി ഇല്ല ഇനി വലിച്ചോണ്ട് വരും. ഇല്ലല്ലയോ? അയ്യോ, അങ്ങനെ ഊഞ്ഞാല് പൊട്ടി സോമനും കുട്ടപ്പനും 2 മാസം ആടൂർ ആശുപത്രി കടന്നു. ഇനിയാണ് ഇതാണോ ഞാൻ പഠിപ്പിച്ചേ? ഇതിലെവിടാ താളം, എവിടാ ലാസ്യം? ദേ, ഒരു വട്ടം കൂടി ഞാൻ കാണിച്ചു തരും, കണ്ടു കളിച്ചോണം. പാർവണീന്ദുമുഖി പാർവതി ദേവേശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. അപ്പൊ നിങ്ങൾ കളിച്ച് ആ വലഞ്ഞു എന്നുള്ളത് കളിക്കുമ്പോഴേ നല്ല ഫീൽ ചെയ്ത് ചെയ്യണം. വലയത്തില്ല നമ്മള്, അതുപോലെ ചെയ്യണം.
ടീച്ചറെ കുറച്ച് പാടുള്ള സ്റ്റെപ്പായത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇടാൻ പറ്റൂ? അയ്യോ എനിക്ക് സിമ്പിൾ സ്റ്റെപ്പ് ഒന്നും അറിയത്തില്ല, സോറി കേട്ടോ. ടീച്ചറെ ഇത് ഭയങ്കര പഴയ പാട്ടല്ലയോ, നമുക്ക് ട്രെൻഡിങ് പാട്ട് പഠിച്ചാലോ? പല ശശികല ചാർത്തിയ ദീപാവലി നന്ദന നന്ദന നന്ദന. അത് വേണ്ട കേട്ടാ, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് ഇവിടെ നിർത്താം. നാളെ ഉച്ച കഴിഞ്ഞല്ലേ പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും രാവിലെ പ്രാക്ടീസിന് വരണം, കൃത്യസമയത്ത് എത്തണം. ടീച്ചർ വെള്ളം. ടീച്ചർ ദാഹജലം. താങ്ക് യു. ലക്ഷ്മി, എടാ എന്തായി നാളത്തെ കാര്യങ്ങള്? എടി ഞാനൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത്? ഞാൻ നാളെ പുലിയാവും. പുലിയോ? എടി നാളെ തിരുവോണമല്ലേ, പുലിവേഷം കെട്ടി വന്നാൽ ആരും സംശയിക്കത്തില്ല. എൻ്റെ കൂടെ നമ്മുടെ ബിജുവും നമ്മുടെ പട്ടാളവും കാണും. നീ ഒരു സൈഡ് പിടിച്ച് വന്നാൽ മതി. ഞാൻ ജംഗ്ഷനിൽ കാണും. ജംഗ്ഷനിൽ ചെല്ലുന്നു, ഡ്രസ്സ് മാറുന്നു, തെങ്കാശി ബസ്സിൽ കയറുന്നു, നമ്മൾ പോകുന്നു. അയ്യോ ചേട്ടൻ. അയ്യോ എന്തോടി ഞാൻ പറഞ്ഞേ? അത് ഞങ്ങൾ നാളത്തെ പ്രോഗ്രാമിന്റെ കാര്യം. പ്രോഗ്രാം വീടിപ്പൊടി. എടാ നാളെ നമുക്കേ പുലിക്കളി ട്രൈ ചെയ്യാലോ? നാളെ തിരുവോണമായിട്ട് ഒന്ന് പോടാ. എടാ പൈസ കിട്ടും. നമുക്കൊരു 3 പുലിയെങ്കിലും വേണം. 3 പുലിയോ? ആ 3 പുലി എന്ന് പറയുമ്പോഴേ അതിന് വേണ്ട ഡ്രസ്സ്, മോമുടി, ചെണ്ട എല്ലാം കൂടെ 10,500 രൂപയാവും. കഴിഞ്ഞ വർഷം തന്നെ ഓർമ്മ ഉണ്ടല്ലോ എവിടെ നിന്ന് എടുത്താൽ കൊടുത്തെന്ന്. എടാ പൊട്ട അതില്ലടാ പറഞ്ഞ പൈസ കിട്ടുമെന്ന്. നാളെ തിരുവോണമല്ലേ, നമ്മൾ അങ്ങോട്ട് കൂട്ടുകാരെ നാട്ടുകാരെ വീട്ടിലോട്ട് കയറിച്ചു. നമുക്കാരോ പൈസ തരാത്ത? അങ്ങനെ ഇറങ്ങിയാലോ? എന്നാ നോക്കാം. 3 പുലി സെറ്റാ. എടാ നമ്മുടെ ഡാൻസ് ടീച്ചറില്ലേ, പുള്ളിക്കാരിക്ക് എന്നോട് എന്തോ ഒരു അഭിനിവേശമില്ലേ? ഒരാളെ എനിക്ക് അവരുടെ നോട്ടം കണ്ടപ്പോഴേ അങ്ങനെ തോന്നി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? എടാ എന്നാ പിന്നെ നാളെ നീ നമ്പർ വല്ലതും വാങ്ങിച്ച് സെറ്റാക്കാൻ നോക്ക്. നാളെ കൂടെ ഉള്ള അവര് നമ്പരല്ല വേറെയാ. തിരുവാതിര പ്രാക്ടീസിന് പോവായിരിക്കും. ഇന്നത്തെ പ്രാക്ടീസേ നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ വെച്ചല്ല. പിന്നെ എവിടെ വെച്ചാ? ഞാൻ കാണിച്ചു തരാം, ഒന്ന് നീങ്ങിരിക്കോ. ഇവിടാണോ? ഇവിടൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ടീച്ചറെ എനിക്കറിയാം ടീച്ചറിന് എന്നോട് എന്തോ ഒരു അഭിനിവേശം ഉണ്ടെന്ന്. ഇവിടാകുമ്പോൾ ആരുമില്ല. ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വിടാം പ്ലീസ്. ഞാനെന്താ ഇവിടെന്നോ? ചുമ്മാ തമാശ കളിക്കല്ലേ, വാ ഇങ്ങോട്ട്. ഒളിച്ചോട്ടം അല്ലേടി? ഇങ്ങോട്ട് പാടി. നിൽക്കാതെ വന്ന് പിടിക്കണം.
ഡാൻസ് മാത്രമല്ല, നല്ല നാടൻ തല്ലും അറിയാം. നീ എൻ്റെ നാട്ടിൽ വന്ന് തിരക്കാൻ മതി. ടീച്ചറെ കാര്യമൊക്കെ പിന്നെ പറയാം, ഞങ്ങളെ ജംഗ്ഷൻ വരെ ഒന്ന് വിട്. അങ്ങ് തെങ്കാശിയില്ലേ എൻ്റെ കൂട്ടാനുണ്ട് അളകാറ്. അവിടെ ഒന്നും ഒരുത്തിനൊന്നും ചെയ്തില്ല. അവിടെ നാര്യമ്മങ്കോരും എന്നെ അപ്പടിയെ തൂക്കിക്കിട്ട് പോയി. ഓൻ കരുത്തിലെ മഞ്ചത്താലിയെ കെട്ടി പൊണ്ടാട്ടിയാക്കും. എന്നെ റാസാത്തി ആപ്പിയാ.